ഇന്ന് ഗോതമ്പൂട്ടാ അമ്മ, ഇന്നും ഗോതമ്പൂട്ടാ. കാപ്പിക്ക് വേറെ ഒന്നും കിട്ടില്ല നിങ്ങൾക്ക്. അളിയാ, നീ എന്തിനാ അമ്മയുടെ അടുത്തിരുന്ന് വെറുതെ ചൂടാവണം? പിന്നെ ചൂടാവാതാ, ഒരാഴ്ചയായിട്ട് ഗോതമ്പൂട്ടാണ്. തിന്നു മടുത്ത്. നീ അമ്മയുടെ അടുത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാനാ? എടാ, എന്റെ ഷർട്ടും പാന്റും കഴിവാണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകും. അവസാനം കഴുകി ചുരുട്ടി വയ്ക്കും. പിന്നെ ഡെയിലി എന്റെ റൂം വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് കയറും. അമ്മ എല്ലാം അടുക്കി പറക്കി വെക്കും. പിന്നെ ഞാൻ വച്ചിരിക്കുന്ന സാധനം അവിടെ കാണൂല. ഇതാണ് അവസ്ഥ. അളിയാ, അമ്മ ഇപ്പൊ ചെയ്യണ എല്ലാ കാര്യങ്ങളും നിനക്ക് കുറ്റമായിട്ട് തോന്നും. പക്ഷെ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവുക. അമ്മ, നിങ്ങൾ എന്റെ ജീൻസ് കഴുകിയിട്ടാ? അമ്മ, ചോറായില്ലേ? കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണേ ഇവിടെ. അമ്മ, മഴ പറഞ്ഞ എന്റെ മേളിൽ കിടക്കുന്ന തുണിയെല്ലാം എടുത്താത്തിട്ടാണ്. 10-25 വർഷമായാലും ഞാൻ തന്നെ സഹിക്കുന്നു. നീ ബാക്കി ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഒരു ദിവസം. എടി സുധേ, നീ എന്റെ ഷർട്ട് തേച്ചില്ലേ? നിനക്കൂടെ എന്തിനാണ് മലമറിക്കുന്ന പണി? നിനക്കൂടെ മുറ്റവും തൊത്തു തുണിയും കഴുകി അടുക്കളയും കഴുകി വെറുതെ ഇരുന്നാൽ മതിയല്ല. എനിക്കാണെങ്കിൽ പുറത്തു പോകാനുള്ളത്. അമ്മ, ചോറോട്. ഇവിടെ ഒന്നും വച്ചില്ല. ഞാൻ പാഴ്സൽ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ എടുത്ത് കഴി. ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും കാറ്റാ ചാരത്തെത്തുന്നാരെ നീളും വഴി നീളെ നീറും വേനൽ ചൂടിൽ മാറിത്തളുപ്പേകെ കാവൽ നിൽക്കും സ്നേഹം. അതുകൊണ്ടാടാ ഞാൻ പറഞ്ഞത്, അമ്മയില്ലാത്തത് ഒരു കുറവ് തന്നെയാണ്. നിനക്ക് അമ്മയുണ്ട്. ഞാൻ അമ്മയെ സ്നേഹിക്കും.